80-ാം വയസ്സിൽ പിണറായി വിജയന് ഇനി ഒരിക്കൽ കൂടി മത്സരിക്കാനല്ല യോഗം, ഇനി ജയിലിലേക്ക് പോകാനായിരിക്കും യോഗമെന്ന് വെറുതെയല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത്. അതിന് കാരണമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിണറായി വിജയൻ CMRL-നും വീണയ്ക്കും വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കരിമണൽ കമ്പനിക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരമായി വീണ സർവീസ് ചെയ്തു, അതിൻ്റെ പേരിൽ വീണയ്ക്ക് പൈസ കൊടുക്കൂ എന്ന് പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. ഇപ്പോൾ ഇതാ കുറ്റപത്രത്തിൽ വീണയുടെ മൊഴി, അതായത് SFIO വ്യക്തമാക്കുന്നത്, വീണയ്ക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ ആ വീണ പറഞ്ഞ മൊഴി അതിനെ ആധാരമാക്കി കേസ് വിവരം 4 ഏജൻസികൾക്ക് കൈമാറിയിരിക്കുന്നു. അതിലൊന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, മറ്റൊന്ന് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്, മറ്റൊന്ന് സെൻട്രൽ എക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോയാണ്, മറ്റൊരു കാര്യം എന്നത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. ഇതിനകത്ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് വീണ വിജയൻ തൻ്റെ കമ്പനിയിലേക്ക് പണം വാങ്ങിയത് ആർക്കെങ്കിലും സേവനം കൊടുത്തതിൻ്റെ പേരിലല്ല. തൻ്റെ പിതാവ്, അതായത് പിണറായി വിജയൻ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്ക് കൈക്കൂലി എന്ന രീതിയിൽ, അതും ആ പണം കൈക്കൂലി പണമല്ല, അത് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ പേരിൽ പിണറായി വിജയൻ തൻ്റെ മകളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മകളുടെ പേരിലുള്ള കമ്പനിയിലേക്ക് ട്രാൻസാക്ഷൻ നടത്തിയാൽ ഒരു കുഞ്ഞു പോലും അറിയില്ല എന്നുള്ള കുബുദ്ധിയാണ് പിണറായി വിജയൻ കടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയാണ്. ഇതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ പിണറായി വിജയൻ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ടായിരിക്കണം എന്ന അനുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, 3-ാം തവണയും അധികാരത്തിലേക്ക് ഏറും, തുടർഭരണം ഉറപ്പാക്കും എന്നൊക്കെ ഗീർവാണം അടിക്കുന്ന പിണറായി വിജയന് ലാവ്ലിൻ കേസ് കേന്ദ്രവുമായി ഒത്തുകളിച്ച് തേച്ച് മാച്ചതുപോലെ ഈ കേസിൽ നടക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ലാവ്ലിനിൽ പിണറായിയെ പൂട്ടാൻ VS അച്യുതാനന്ദൻ കുറേ ശ്രമങ്ങൾ നോക്കിയതാണ്. കാരണം പിണറായിക്ക് അറിയാം, VS അച്യുതാനന്ദൻ കൃത്യമായും പിണറായിയെ ഓങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പിണറായിയെ കൂടും കുടുക്കി എടുപ്പിച്ച് ജയിലിലേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞുവിടാൻ VS വലിയ രീതിയിലുള്ള ശ്രമകരമായ നീക്കങ്ങൾ നടത്തി. അന്നും കോടിയേരിയെ മുന്നിൽ നിർത്തി ആ നീക്കങ്ങളെ ബ്ലോക്ക് ചെയ്ത പിണറായിയുടെ കുബുദ്ധി എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ കേസിൽ, മകളുടെ മാസപ്പടി കേസിൽ, പിണറായി വിജയന് ചിലപ്പോൾ അകത്താകേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന പ്രത്യാശയിലാണ് ഇപ്പോൾ വി ഡി സതീശൻ നിൽക്കുന്നത്. വി ഡി സതീശൻ വെറുതെ പറയുന്നതല്ല, തെളിവുകൾ ഇപ്പോൾ പിണറായിക്ക് പ്രതികൂലമായി കഴിഞ്ഞിരിക്കുന്നു. കേസ് വിവരം കൈമാറി കഴിയുമ്പോൾ സേവനം നൽകാതെ CMRL പണം വാങ്ങിയതിൻ്റെ സർവത്ര രേഖയും വന്നിരിക്കുന്നു. പിണറായി വിജയന് അഴിയെണ്ണേണ്ടി വരും എന്ന് വ്യക്തം.